പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ ഏജൻസികൾ. ദേശീയ അന്വേഷണ ഏജൻസി, ഇന്റലിജൻസ് ബ്യൂറോ, മിലിറ്ററി ഇന്റലിജൻസ് സംഘം എന്നിവർ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കശ്മീരിലടക്കം ഇവർ നടത്തിയ സന്ദർശനം അടക്കം അന്വേഷണ റഡാറിലാണ്. അതിനിടെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്ന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ 3 പേരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. തനിക്കൊരു ഖേദവുമില്ല, താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല, ചെയ്തത് ന്യായമാണെന്ന് താൻ കരുതുന്നുവെന്നും അവർ ചോദ്യം ചെയ്യലിനിടയിൽ മൊഴി നൽകിയെന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂസ് എക്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ 3 പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചാരശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. 2023 മുതൽ ഇവർ പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് സൂചന. ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ യാത്രാ വിശദാംശങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി പോയ ജീവനക്കാരനുമായുള്ള ജ്യോതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങളും സൈനിക നടപടികളും ജ്യോതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഹരിയാന പോലീസ് നൽകുന്ന സൂചന. യൂട്യൂബിൽ ഇവരെ പിന്തുടർന്നത് 3.87 ലക്ഷം പേരാണ്. ട്രാവൽ വിത്ത് ജെയോ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഹിസാർ സ്വദേശിയായ ജ്യോതിയെ മെയ് 16-നാണ് അറസ്റ്റ് ചെയ്തത്. ചാരവൃത്തി കേസിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് 12 പേരെയാണ് ഇതുവരെ അറസ്റ്റിലായത്. പാകിസ്ഥാൻ, ചൈന, മറ്റു ചില രാജ്യങ്ങൾ എന്നിവ ജ്യോതി സന്ദർശിച്ചെന്ന് സ്ഥിരീകരിച്ചതിനാൽ കേന്ദ്ര ഏജൻസികളും സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അവരുടെ യാത്രാ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും യൂട്യൂബറുമായി ബന്ധപ്പെട്ടിരുന്നവരെല്ലാം ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹി പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി അവർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹിസാൻ SP ശശാങ്ക് കുമാർ വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ജ്യോതി കശ്മീർ പോയിരുന്നുവെന്നും അതിനു മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2023-ൽ പാകിസ്ഥാൻ സന്ദർശനത്തിന് ഹൈക്കമ്മീഷനിലെ വിസ അപേക്ഷയ്ക്കായി എത്തിയപ്പോഴാണ് അവിടുത്തെ ഡാനിഷ് എന്ന അഹ്സാൻ റഹീമുമായി പരിചയമാവുന്നത്. അഹ്സാനാണ് പാകിസ്ഥാനിലെ അലി അക്സർ എന്നയാളുമായി ജ്യോതിയെ പരിചയപ്പെടുത്തുന്നത്. ഇതിനുശേഷമാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ഇവർ നൽകാൻ തുടങ്ങിയെന്നും പോലീസ് പറയുന്നു. മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെ കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അറിയില്ലെന്നും വീടുമായി ബന്ധം പുലർത്തിയിരുന്നില്ല എന്നും ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര പറഞ്ഞു. ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ജ്യോതി ഈ അടുത്ത് നൽകിയ കശ്മീർ സന്ദർശനത്തെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 3 മാസം മുമ്പ് പഹൽഗാം സന്ദർശിച്ചുവെന്നാണ് റിപ്പോർട്ട്. ആ സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നു. ഈ യാത്രയ്ക്ക് പിന്നിൽ ചാരസംഘടനയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അവർ കൈമാറിയിരുന്നോ എന്ന് അന്വേഷിക്കുകയാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ജ്യോതി. തന്റെ യാത്രകളുടെ ഭാഗമായി 7 ദിവസം കേരളത്തിലും തങ്ങിയിട്ടുണ്ട് ഈ യൂട്യൂബർ. ബജറ്റ് ഫ്രണ്ട്ലി കേരള യാത്രാ പ്ലാൻ എന്ന പേരിൽ തന്റെ 7 ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധയിടങ്ങൾ ജ്യോതി സന്ദർശിച്ചതായി 3 മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണാം. ജ്യോതി 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യക്കാരിയായ പെൺകുട്ടി പാകിസ്ഥാനിൽ എന്ന പേരിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2023-ൽ പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രയിലാണ് പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ദാനിഷിനെ പരിചയപ്പെടുന്നത്. ദാനിഷ് ജ്യോതി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സിന് പരിചയപ്പെടുത്തുകയും ജ്യോതിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തതായി FIR-ൽ പറയുന്നു. 2023-ൽ തന്നെയാണ് 2ാമത്തെ പാകിസ്ഥാൻ സന്ദർശനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. റണ ഷഹബാസ്, ഷാക്കിർ, അലി എഹ്വാൻ എന്നിവരെ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും 2ാമത്തെ സന്ദർശന വേളയിലാണ്. സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പറുകൾ സേവ് ചെയ്തത്. പിന്നീട് ഇവർക്കൊരാൾക്കൊപ്പം ബാലിയും ഇന്തോനേഷ്യയും സന്ദർശിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഹരിയാന, പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാരശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ് ജ്യോതിയെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.